ഹായ്. എല്ലാവരും നിറത്തിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ നല്ല സപ്പോർട്ട് ചെയ്യാണ്. അവൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചത് എന്ന് എല്ലാവരും പറഞ്ഞ് ഇതാക്കുകയാണ്. പക്ഷെ അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്, ഞാൻ ആ തെറ്റ് ചെയ്തു. ഇല്ലേ? ജാതി, എല്ലാവരും ജാതി, എന്തിനാണ് ജാതിയും നിറവും നോക്കി ഒരാളുടെ കുറ്റം ചെയ്തെങ്കിൽ കുറ്റം ചെയ്തല്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും? സപ്പോർട്ട് വേണം. ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവന് സപ്പോർട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ റാപ്പർ വേടൻ നല്ല പാട്ട്, ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ കഴിവ്, അത് പോയിട്ട് അങ്ങനെ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വിനയം എല്ലാം ഉണ്ട്. ഞാൻ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ കാണിക്കുന്ന ഒരു വിപ്ലവം, സോങ്ങിൽ കൂടെ കാണിക്കുന്ന ഒരു വിപ്ലവ വീര്യം നല്ലത്. ഒരിക്കലും ഒരു ഇതിനെയും നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ല കഴിവുള്ള സാധാരണ ജനങ്ങൾ ആർത്ത് ഉല്ലസിക്കുകയാണ് ആ വേടൻ്റെ ആ പാട്ട് കേട്ടിട്ട്. ഞാനും കേട്ടു, നല്ലത്. ഒരു മനസ്സിന് കുളിർമയുണ്ട്, കേൾക്കാം, ഒരു ഇൻപമുണ്ട്. ഞാനതിനെല്ലാം അംഗീകരിക്കുകയാണ്. പക്ഷേ നിറത്തിൻ്റെ പേരിൽ അങ്ങനെ തഴയപ്പെടാൻ ചെയ്യുന്നതും അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടുന്നതും നല്ലതല്ല. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത നമ്മൾ വാർത്തയിൽ കൂടെയാണ് എല്ലാം കേൾക്കുന്നത്. പക്ഷെ വാർത്തയിൽ കൂടെ കേൾക്കുന്നത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. പുലിപ്പല്ലായാലും അങ്ങേര് കഞ്ചാവ് ഇതായിട്ടായാലും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനല്ല, ചെയ്ത കുറ്റത്തിനാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന പറയുന്നതനുസരിച്ച് അദ്ദേഹം തെറ്റുകാരനാണ്. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിറത്തിൻ്റെ പേരിലോ അങ്ങനെ ജാതിയുടെ പേരിലോ അല്ല അങ്ങേരെ അറസ്റ്റ് ചെയ്തത്, ഇല്ലേ? അപ്പോൾ അങ്ങേരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ, അങ്ങേരെ തന്നെ. കാര്യം സാധാരണ കൊച്ചു പയ്യന്മാർ വരെ അവരെ ഇൻഫ്ലുവൻസ് ആവും, മനസ്സിലായില്ലേ? ഒരു ഇപ്പം കഞ്ചാവ് വലിച്ചിട്ടാണ് ഇത്രയും കാലിബർ കാണിക്കാൻ പറ്റുന്നത്, ഇത്രയും സോങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നത്, സമൂഹത്തിനോട് കാണിക്കുന്നത് നല്ലതല്ല, ഇല്ലേ? അത് തെറ്റെങ്കിൽ തെറ്റാണ് എന്ന് പറയുക, ശരിയെങ്കിൽ ശരിയെന്ന് പറയുക. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ 2 ദിവസമായിട്ട് പത്രത്തിൽ മാപ്രകൾ കാണിക്കുന്ന പ്രവർത്തനം, മാധ്യമപ്രവർത്തകർ ഒരു അനീതിയാണ്. സത്യം പറഞ്ഞാൽ എന്തിന് ദിലീപിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ അവൻ മറ്റേ ബാത്റൂമിൽ പോകുന്നവരെ ന്യൂസ് എടുത്തിടുകയായിരുന്നു. നമുക്ക് സാധാരണ മലയാളികൾക്ക് അത് ആവശ്യമുണ്ടോ? ഇന്ന് ഷൈൻ്റെ പേരും കഞ്ചാവ് വലിച്ച് ഇവന്മാരിങ്ങനെ ഇത് വലിയ പ്രൊപ്പഗൻഡായിട്ട് വലിയ രീതിയിൽ കാണിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സമൂഹത്തിന് എന്താണ് കിട്ടുന്നത്? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കേഴ്സിൽ 90 ദിവസമായിട്ട് സമരം ചെയ്യുന്നുണ്ട്. അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്തു. ഇപ്പം കേൾക്കാനില്ല, വാർത്തയെ കേൾക്കാനില്ല. പാവം ചേച്ചിമാരും അമ്മമാരും വന്ന് അവിടെ കിടന്ന് സമരം ചെയ്യുകയാണ്, ആഹാരമില്ലാതെയും പല രീതിയിൽ. നമ്മുടെ പെൺകുട്ടികൾ മറ്റേ കുറച്ച് പേര് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് വരെ വന്നിട്ട് അതിനുവേണ്ടി സമരം ചെയ്യും. പല രീതിയിൽ ഒരിക്കലും നമ്മൾ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമരമുറകളാണ് അവർ ചെയ്തത്. എവിടെയെങ്കിലും കണ്ണു തുറന്നു. പക്ഷേ അവർ സ്വന്തം രാജാവ്, മുഖ്യമന്ത്രി, സ്വന്തം ഫാമിലിയായിട്ട് പോയി, ഇല്ലേ? ചിന്തിച്ചു നോക്ക്. കയറ്റാൻ ഒരു സ്ഥലത്ത് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് വരെ അവരെ കയറ്റി നെളിഞ്ഞിരിക്കുകയാണ്. ചിന്തിച്ചു നോക്ക്. അല്പനല്ലേ? ഇവനെയൊക്കെ മുഖ്യമന്ത്രി ആക്കാൻ പറ്റുമോ? ഇവനൊക്കെ മുഖ്യമന്ത്രിയാണോ? വലിയ തള്ളുകൊള്ളും, ഇരട്ടച്ചങ്കൻ, 2 ഊരിയ വാളിൻ്റെ മുമ്പിൽ കൂടെ നടന്നു. അവൻ്റെ കാലും കൈയും പിടച്ച കാര്യം ആരും അറിഞ്ഞു കാണത്തില്ല. ഇവനെയൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ചിന്തിച്ചു നോക്ക്. ഒരു കിറ്റിൻ്റെ പേരിൽ കേരളത്തെ ഒറ്റിയതാണ് നിങ്ങൾ. അനുഭവിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളം ഭരിച്ചിട്ട് എന്തൊക്കെയാണ് നാശനഷ്ടം ഉണ്ടായെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം. സത്യം പറഞ്ഞ യുവതലമുറ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, നമ്മളെ സൂര്യവംശിയുടെ കയറിൽ. സൂര്യവംശി 14 വയസ്സ്,
ചിന്തിച്ചു നോക്ക്, നമ്മൾ 14ാമത്തെ വയസ്സിൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാനും കളിച്ചിട്ടുണ്ട് ക്രിക്കറ്റ്. പക്ഷെ ഇങ്ങനെയല്ല. 14ാമത്തെ വയസ്സിൽ ഞാനും കളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ പയ്യന്മാരുമായിട്ട് ഞാനും കളിച്ചിട്ടുണ്ട്. പക്ഷേ അത് വല്ലാത്തൊരിതാണ്. ചിന്തിച്ചു നോക്ക്, നമ്മളെ ഇപ്പോഴത്തെ 14ാമത്തെ വയസ്സിലുള്ള പയ്യന്മാരും 13, 12 വയസ്സുള്ള പയ്യന്മാരും ഇതേപോലത്തെ ഡ്രീമുണ്ടോ? നമ്മുടെ തലവര മാറത്തില്ലേ? ചിന്തിച്ചു നോക്ക്. ഇനി അവൻ തിരിഞ്ഞു നോക്കണം. നമുക്ക് കിട്ടുന്ന അവസരം, ഓപ്പർച്യൂണിറ്റി, അത് നമ്മൾ പക്കായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിൽ നിന്ന് വരും പൈസ. നമ്മളത് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക്, നമ്മുടെ സമയം, അതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം. സമയം നമ്മൾ എങ്ങനെ ക്രമീകരിക്കുന്നു, സമയം എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു, നമ്മുടെ വില, നമ്മുടെ ജീവിതത്തിലെ സമയത്തിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്, പവറുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ആ പയ്യൻ എത്രാം വയസ്സ് തൊട്ടായിരിക്കും ഹാർഡ് വർക്ക് ചെയ്തത്? നമ്മളെ യുവതലമുറ അത് മനസ്സിലാക്കണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ക്രിക്കറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ്. നമ്മളിപ്പോൾ ഒരു ജോബിന് കയറി, നമ്മളൊരു ജോബിന് കയറുമ്പം നമുക്ക് ഒരു സംതൃപ്തി, ഒരു ഇത് കാണത്തില്ല. ആ പണി നിങ്ങൾ കയറരുത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, നമുക്കൊരു പണി ചെയ്യുമ്പം ഭയങ്കര ഒരു തൃപ്തി കാണും. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഇത് കാണത്തില്ല, നമുക്ക് വായിക്കാത്തൊരു ഇത് കാണത്തില്ല, ഒരു രുചി, ആ പിന്നും കഴിക്കണമെന്നുള്ള ഇത് കാണും. എനിക്കതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ കെയർ ഗീവറായിട്ട് ഉള്ള പണിയാണ്. ആദ്യം കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ഗീവർ, നേഴ്സ്, ഹോം നേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ പണി ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിരുന്നു. പക്ഷെ അത് മാറി ഞാൻ ഹൗസ് ക്ലീനിങ്ങിലോട്ട് കയറി. ക്ലീനിങ് ജോബ് കയറിയപ്പം നമ്മളെ നിയന്ത്രിക്കാൻ ആരുമില്ല. പിന്നെ നമ്മളെ മുകളിൽ ആരുമില്ല. നമ്മൾ പറയുന്ന പണി ചെയ്യുക, വീട്ടിൽ പോവുക, ഫ്രീ ആണ്. അതേപോലെ എനിക്ക് ഭയങ്കര സംതൃപ്തിയോടെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുക്കിങ്ങിൽ ഒരു ഭ്രാന്താണ്. അതേപോലെയാണ് ഞാൻ പറയുന്നത്. നമുക്കിഷ്ടമുള്ള, എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ പഠിച്ചതാണ്, ചെയ്ത് പഠിച്ചതാണ്. അതേപോലെ നമുക്കിഷ്ടപ്പെട്ട ഒരു ജോബ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഭയങ്കര എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കിട്ടുന്നത്, അത് നമ്മൾ ചെയ്യുക. അതേപോലെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പയ്യന്മാരോടാണ്. നിങ്ങൾ ഇപ്പം SLC +2 പരീക്ഷ വരാൻ പോവുകയാണ്. നമുക്കെന്തോ ആവട്ടെ, ചിലപ്പോൾ നമ്മൾ തോക്കാം, ജയിക്കാം. പക്ഷേ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സാഗരത്തിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. വലിയൊരു സാഗരമാണ്, കടലാണ്. ആ കടലിലോട്ട് നമ്മൾ മുങ്ങിത്താഴാൻ പോവുകയാണ്. നമ്മൾ മുത്തുകൾ കിട്ടും, ചിപ്പികൾ കിട്ടും, എല്ലാം കിട്ടും. അത് നമ്മൾ മുങ്ങി തപ്പിയാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. നിങ്ങളാണ് ഭാവി വാഗ്ദാനമായിട്ട് പോകുന്നത്. അതായത് 15, 16, 17 നിങ്ങളാണ് ഇനി ഭാവി വാഗ്ദാനമായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കാലുവെപ്പാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ ഒരു വിഷയം, എന്ത് വിഷയമാണോ നിങ്ങളിപ്പം പഠിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു വിഷയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സംതൃപ്തിയായിരിക്കും. നിങ്ങൾ ഭയങ്കര ആകാംക്ഷയോടെ നിങ്ങൾ ചെയ്യും, നിങ്ങൾ ആഗ്രഹത്തോടെ ചെയ്യും. എന്തും ആഗ്രഹത്തോടെ ചെയ്താൽ മാത്രമേ നമുക്ക് സംതൃപ്തി നേടാൻ പറ്റത്തുള്ളൂ. +2 പഠിച്ച് +2 കയറാൻ പോകുന്നവരും, അല്ലെങ്കിൽ +1 കയറാൻ പോകുന്നവർ, SLC കഴിഞ്ഞിട്ട് +1 കയറാൻ പോകുന്നവർക്കും ഒക്കെയുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രം, അല്ല മാതാപിതാക്കൾ ആ വിഷയം ഈ വിഷയം എന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ, ഏത് വിഷയം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുന്നത്, ആ വിഷയം എടുക്കാൻ നോക്കുക. +2 കഴിഞ്ഞവർക്കാണെങ്കിൽ നിങ്ങൾ ഇനി പോകുന്നത് വലിയൊരു കാൽവയ്പ്പാണ് നിങ്ങളുടെ ജീവിതം. അതായത് ഇനിയൊരു വേറൊരു നിങ്ങൾ ഡിഗ്രി ഇതിലോട്ടാണ് കയറുന്നത്. നിങ്ങൾ ഇതിലോട്ട് കയറുമ്പം നിങ്ങളിപ്പം പഠിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ നമ്മളൊരു വിഷയം, എനിക്ക് മാത്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമുക്ക് ആ വിഷയത്തിലോട്ട് എടുക്കാൻ വേണ്ടി ഒരു തൃപ്തി കാണും. പക്ഷേ ചെറിയ പഠിത്തത്തിൻ്റെ ഇത് എന്ന് പറയുമ്പം ടീച്ചർ
പഠിപ്പിക്കുന്ന മനസ്സിലാവാത്തത് കൊണ്ട് ഒക്കെയുള്ള നമുക്ക് പ്രോബ്ലങ്ങൾ വരും. അത് നമ്മൾ തുറന്ന് ചോദിക്കുക. നമ്മൾ ഏത് വിഷയവും നമുക്കിഷ്ടമുള്ള വിഷയം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള ഒരു ത്വര കാണും. മനസ്സിലായോ? എന്തും ആത്മാർത്ഥമാണ്. എന്തിലും നമ്മളൊരു ഹാർഡായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ പറ്റും. ജോലിയായാലും എന്തായാലും. അതുകൊണ്ട് നിങ്ങളെയാണ് എനിക്ക് ഭാവി വാഗ്ദാനമായി ഞാൻ നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ വോട്ടിടണം. ആരുടെ ആയാലും നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇലക്ഷന് നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ വോട്ടിടണം. നിങ്ങൾ ഇത് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ലൊരു ഭരണത്തിന് വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാൻ പറ്റും. നമ്മൾ എന്താ പറയുക, ഇപ്പം വേടൻ്റെ കാര്യം ഞാൻ തുടങ്ങിയത് വേടൻ്റാണ് കാര്യം. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജാതിയും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് ചെയ്ത തെറ്റിന് വേറെ രീതിയിൽ മാറ്റിയതുപോലെ അങ്ങേരെ കഴിവുണ്ടോ? അതേപോലെ സൂര്യവംശിയുടെ കഴിവുണ്ടോ? അപ്പോൾ ഒത്തിരി കഴിവുകൾ ഉള്ള പയ്യന്മാരെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാറിയതുപോലെയും അവർ എങ്ങനെയാണ് ഇത് ചെയ്തത് അതേപോലെ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും മാറ്റി മറിച്ച് മുന്നോട്ട് പോവുക. അത് ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ അടുത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നമ്മളെല്ലാവരും വോട്ടാണ്. കാര്യം 70%, 60%, 30% ഒക്കെയാണ് വോട്ടിൻ്റെ ഇത് കാണിക്കുന്നത്, ഇല്ലേ? പല ആൾക്കാരും നാട്ടിലില്ലായിരിക്കും. പക്ഷെ നാട്ടിലുള്ളവർ എല്ലാവരും പരമാവധി ഇലക്ഷന് വോട്ടിന് വോട്ട് അർപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്നാൽ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കും, പഠിക്കാത്തവരും പഠിച്ചവരും ഒക്കെ കാണും, അല്ലേ? വിദ്യാഭ്യാസം ഉള്ളവർ, അറിവുള്ളവർ, അറിവില്ലാത്തവരൊക്കെ കാണും. പക്ഷെ അതിൽ എത്ര ശതമാനം പേരായിരിക്കും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അറിയാതെയായിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മതത്തിൻ്റെ പേരിലായിരിക്കും നമ്മൾ അവൻ മോശമാണ്, അവൻ്റെ സാഹചര്യം അറിയാതെ ഒക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത്, അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ അവരെ വീക്ഷിക്കുക, അവരെ കാര്യങ്ങൾ, അവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി ഉണ്ടായിരുന്നത്, അവരുടെ ബാങ്ക് ബാലൻസ് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ നോക്കും പാർട്ടിയുടെ പേരിലാണ് നമ്മൾ വോട്ടിടുന്നത്. നമ്മൾ ആളുകളെ നോക്കത്തില്ല അവരെങ്ങനെയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കും, ശശി തരൂർ കേരളത്തിൻ്റെ MP ആണ്, തിരുവനന്തപുരത്തെ MP ആണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? 4 വർഷമായിട്ടെങ്കിലും ഭരിച്ചിട്ട് പോയി. എന്താണ് അദ്ദേഹം ചെയ്തത്? ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഒരു ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതാണോ? നമ്മൾ എന്തെല്ലാം പ്രതീക്ഷിച്ച്, ഇല്ലേ? സത്യം, ഞാൻ ഇത്രയും UN ഇരുന്നതാണ്, ഒക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇറങ്ങിയവനാണ് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കും, എന്തൊക്കെയോ ഇതാവും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ എനിക്ക് വിഷമം തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സത്യം പറഞ്ഞ പുതുതലമുറ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കുക. നമ്മൾ മുന്നോട്ട് പോകുമ്പം കേരളത്തിന്, തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള MP, MLA, മെമ്പർ തിരഞ്ഞെടുക്കുക. ഒരു പാളിച്ച ഉണ്ടെങ്കിൽ അവനെ നടു റോഡിൽ കൊണ്ടുവച്ച് എന്താ പറയുക, വിചാരണ ചെയ്യുക. സത്യം ചിന്തിച്ചു നോക്ക്. രാഷ്ട്രീയത്തിലിരിക്കുന്നവന്മാരുടെ സമ്പത്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം, സാധാരണ ജനങ്ങൾ ഇപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കണം, ഇല്ലേ? അതിനൊരു മാറ്റം വേണ്ടേ? നമ്മളെ കിറ്റ് കാണിച്ച് ചിന്തിച്ചു നോക്ക്. ഒരു കിറ്റ് തന്നിട്ട് 2018 പ്രളയം സാധാരണയായിട്ടുണ്ടായതാണോ? അല്ല, അത് ഉണ്ടാക്കിയതാണ്. അതിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആ ഡാമുകൾ കറക്റ്റ് സമയത്തിന് തുറന്നു വിട്ടിരുന്നെങ്കിൽ അങ്ങനൊരു വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല. കറക്റ്റ് സമയത്ത് അതിലെ മണൽ വാരുകയും ആറ്റിലെ മണൽ വാരി ക്ലിയർ ചെയ്യുകയും ഓടകളും ചാനലുകളും എല്ലാം ക്ലിയർ ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്തതെങ്കിൽ അങ്ങനെ ഒരു സംരംഭം ഉണ്ടാകത്തില്ല. നമുക്ക് അനുവദിച്ച പൈസ ലാപ്സായിട്ട് എത്ര കോടി? 630 കോടി. നല്ല രീതിയിൽ ഭരിക്കാൻ അറിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഓരോ മന്ത്രിമാർക്കും ഓരോ രാഷ്ട്രീയ നേതാക്കൾ എത്രമാത്രം സെക്രട്ടറിമാർ 2.5 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ചുമ്മാ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ വോട്ട് എന്ന് കുത്തണ്, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കണ്, അല്ലെങ്കിൽ ചിക്കൻ വെട്ടി നമ്മൾ ആ ഒരു ദിവസം ആഘോഷിക്കണം, നമ്മൾ വോട്ടിടാൻ പോകുന്നില്ല. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കുക. സത്യം
നമ്മളെ രാഷ്ട്രീയം നമ്മളെ രാജ്യം, നമ്മളെ സംസ്ഥാനം ഏത് രീതിയിലാണ് പോകുന്നത്. നമ്മൾ പറയും ഒന്നാം സ്ഥാനമായിരിക്കണം, ഒന്നാം സ്ഥാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരുന്നില്ല, നമ്മുടെ സംസ്ഥാനത്ത് മരുന്നുകളില്ല. ഞാനൊരു രാഷ്ട്രീയ നേതാവിനെയും കുറ്റം പറയണമല്ല, അറിയത്തില്ല ഇവന്മാർക്ക് അറിയത്തില്ല. ഞാൻ പശു വളർത്തിക്കൊണ്ടിരുന്നതാണ്, എൻ്റെ വീട്ടിൽ ഞാൻ പശു വളർത്തിക്കൊണ്ടിരുന്നതാണ്. ഞാൻ അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അങ്ങനെയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങരയേട്ടൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ? അദ്ദേഹം ലോഹം ചുറ്റിയതാണ്. ലോഹം ചുറ്റിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരു രാജ്യത്തുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഞാനിരിക്കുന്നത് കുറച്ച് ഡെവലപ്മെൻ്റ് ആയ ഒരു കൺട്രിയിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ നാട് എന്നുള്ള ചിന്തയുള്ളവരാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. കാര്യം നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് പേടിയായിരുന്നു, ഇതുവരെയും പേടിയായിരുന്നു. ഇനി എന്തിനു പേടിക്കണം? മരണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാവും എന്നുള്ള ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇതുമില്ല. എപ്പോഴായാലും മരിക്കും, ഇല്ലേ? അത്രയേ ഉള്ളൂ. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേരിടാനുള്ള ഒരു ശക്തി കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേടിയില്ലാതെ പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മുന്നേറിയേ പറ്റത്തുള്ളൂ. എന്തുമാത്രം ഭൂമി നമുക്കുണ്ട്. നമുക്കൊരു 25 വർഷത്തിന് മുമ്പ് എന്തുമാത്രം, ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പാടത്തും പരമ്പത്ത് കൂടെയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്തുമാത്രം കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം മാറി, എല്ലാം വീടുകളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമുക്ക് വയലുകളോ ഒന്നുമില്ല. നമ്മളെ രാജ്യം, നമ്മളെ കേരളം നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടേണ്ട പച്ചക്കറികളും നമുക്ക് കിട്ടേണ്ട അരികളും ഒക്കെ നമ്മളെ നാട്ടിൽ കിട്ടുമായിരുന്നു, വില കുറച്ച്. പക്ഷെ അത് ആരെങ്കിലും ചെയ്തോ? പോട്ട്. നമ്മളെ കേരളത്തിൽ ഇടയ്ക്ക് പവർ കട്ടുണ്ടായി, ഇല്ലേ? ആ പവർ കട്ടുണ്ടായപ്പം കടം മേടിക്കാനാണ് ആദ്യം നോക്കിയത്. അതെങ്ങനെ അത് മാറ്റാം എന്ന് ചിന്തിച്ചിട്ടില്ല. നമ്മളെ കറണ്ട് വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത്. കൂടുതലും നമുക്ക് ഡാമുകളും ഒക്കെ വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് ഇത്രയും പ്രകൃതിയായിട്ട് ഇത്രയും ചൂട് തന്നിരിക്കുന്നു. സൂര്യൻ കത്തിജ്വലിക്കുകയാണ്, കാറ്റ് തന്നിരിക്കുന്നത്. എന്തെല്ലാം എടുക്കാം? ഈ 2 സംരംഭങ്ങളിൽ എടുക്കാൻ പറ്റും, എടുക്കുന്നില്ല, ഇല്ലേ? സോളാർ വെച്ചിട്ട് ആ ഒരു വേറെ രീതിയിൽ പോയി. സത്യം ഞാൻ പറയുന്നത്, സോളാർ എന്ന് പറയുന്നത് വലിയൊരു സംരംഭമാണ്. അത് നമുക്ക് ചെയ്യാം, നമുക്ക് കറണ്ട് കിട്ടും. എന്തുമാത്രം കോടി രൂപയ്ക്കാണ് നമ്മൾ കറണ്ട് മേടിക്കുന്നത്, 6-7 രൂപയ്ക്ക്. മനസ്സിലായില്ലേ? എന്തുമാത്രം മുതലാളികൾമാർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ എന്തുമാത്രം വസ്തുക്കളുണ്ട്, എസ്റ്റേറ്റുകൾ ഉണ്ട്. എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മളെ കേരളത്തിൽ. പക്ഷെ നല്ലൊരു സർക്കാരായിരുന്നുവെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ദീർഘവീക്ഷണമുള്ള സർക്കാരായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യുന്നില്ല, മനസ്സിലായോ? അതേപോലെ ഞാൻ ഈ കൃഷിയുടെ കാര്യം പറഞ്ഞു. എന്തുമാത്രം മണ്ണ് കിടക്കുന്നു, എന്തുമാത്രം ഈ കർഷക ഇതിൽ എന്തുമാത്രം ഉദ്യോഗസ്ഥർ പണി ചെയ്യുന്നുണ്ട്. ഏവനെങ്കിലും നല്ല രീതിയിൽ പണി ചെയ്യുന്നുണ്ടോ? ഏവനെങ്കിലും? ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് വെച്ച് കൊടുത്തിരുന്നെങ്കിലോ, നിങ്ങൾ ഈ ഒരു മാസം ഇത്ര ടാർഗറ്റ് നിങ്ങൾ തയ്ക്കണം. നമ്മൾ ഈ സെയിൽസ് വുമൺ സാധനങ്ങൾ കൊണ്ട് വീടുകളിൽ തോറും വിൽക്കുന്നവർക്ക് ഇത്ര ഇത് കൊടുക്കും, ടാർഗറ്റ് കൊടുക്കും. അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇത്ര ടാർഗറ്റ് കൊടുക്കും, മാസം ഇങ്ങനെ പിടിക്കണമെന്നുള്ള ഇതിൽ ടാർഗറ്റ് കൊടുക്കും പോലെ നമ്മൾ അതേക്കുറിച്ചൊരു ടാർഗറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ ചിന്തിച്ചു നോക്ക്. നമുക്ക് തന്നെ ഉള്ള പച്ചക്കറികളും നമുക്കുള്ള അരി സാധനങ്ങളും എല്ലാം നമുക്ക് കിട്ടും വില കുറച്ച്. നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്രയും വർഷമായിട്ട് 70 വർഷമായി, അല്ലേ? 78 വർഷമായി. 78 വർഷമായി നമ്മളെ ഇന്ത്യ സ്വതന്ത്രമായിട്ട്. കേരള സംസ്ഥാനം ഇതായിട്ട് 1950 ഇതായി. ചിന്തിച്ചു നോക്ക്, നമ്മളെ കേരളം എന്ത് വളർന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളും വന്നു, അതിനനുസരിച്ച് ഓരോ വളർച്ച ഉണ്ടായി. നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും വിദേശത്ത് പോയിട്ട് പൈസ അയച്ച്, നമ്മുടെ ഏറ്റവും കൂടുതൽ വരുമാനം എന്ന് പറയുന്നത് വിദേശ പണമാണ്. പിന്നെ അത് പോയിട്ട്
ഒരാളെ പറ്റിച്ചിട്ടുള്ള ലോട്ടറി. 1000 ടിക്കറ്റിന് എത്ര പേർക്ക് സമ്മാനം കിട്ടും? അതിൻ്റെ പേരിൽ ടാക്സ് പിടിച്ച് വേറെ. പിന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം അത് വേറൊരു പോക്ക്. ചിന്തിച്ചു, കേരളത്തിൽ എന്തുമാത്രം ടാക്സ് കിട്ടുമെന്ന് അറിയാമോ? അവിടെയെങ്കിലും പിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ നിന്നും പിരിച്ചെടുത്ത പൈസ നിങ്ങൾക്കറിയാമോ? എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമ്മുടെ യുവതലമുറ മുന്നിട്ടിറങ്ങണം. ഇറങ്ങിയാൽ മാത്രമേ ഓരോ കാര്യങ്ങളും ചോദിക്കേണ്ടത് ചോദിക്കുക. നിങ്ങൾ എന്തെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളെ കയ്യിലിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ മാധ്യമമാവാൻ പറ്റും, സത്യസന്ധമായിട്ടുള്ള മാധ്യമമാവാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ക്യാമറയുണ്ട്, ഫോണുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണുന്ന അനീതി നിങ്ങൾ തെളിവെടുക്കുക. എന്തുമാത്രം അക്രമങ്ങൾ നമ്മൾ നടന്നു. പാവ സിദ്ധാർത്ഥനെ കൊന്നു, 300 കുട്ടികളെ മുമ്പിൽ വെച്ചാണ് കൊന്നത്. ആരെങ്കിലും ഒന്ന് സാക്ഷി പറഞ്ഞു? അത് തെളിഞ്ഞോ? ചെയ്തവന്മാർ നല്ല രാജകീയമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ മയക്കുമരുന്നിനും ഒക്കെ അടിമയാവാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്താണെന്ന്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടു, ഞാൻ മയക്കുമരുന്നല്ല, ഞാൻ സിഗരറ്റും വലിച്ചു നോക്കിയിട്ടുണ്ട്, മദ്യവും കഴിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്കതിൽ വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, സത്യം. എന്തിന് നമ്മളെ ഒന്നിനും അടിമപ്പെടുത്തരുത്. നമുക്കത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തിന് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. സന്തോഷിക്കുക. നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. ഒരു പുനർജന്മം ഒന്നുമില്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു അതേപോലെയാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. നമ്മൾ സന്തോഷമായിട്ട് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ജീവിതം സന്തോഷമായിരിക്കും. സങ്കടമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സങ്കടമായിട്ടേ ഇരിക്കുകയുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എൻ്റെ പപ്പ മരിച്ചപ്പോഴാണ്. മനസ്സിലായോ? എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തതും പപ്പയായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു 5 വർഷം എൻ്റെ ഹീറോയാണ്. 15 വയസ്സ് വരെ എൻ്റെ ശത്രു, 15 വയസ്സ് തൊട്ട് മരിക്കുന്നത് വരെ എൻ്റെ ഹീറോയാണ്. അത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ 15 വയസ്സ് കഴിയണം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളെ കയ്യിൽ പൈസ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ പപ്പ, നമ്മളെ അച്ഛന്മാർ നമ്മളെ ഹീറോ ആവുന്നത്. അതുവരെ അവർ നമ്മളെ ശത്രുവാകും. ഒരു 10-12 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെ നമ്മളെ ശത്രുവായിരിക്കും. നമ്മളെപ്പോഴാണോ നമ്മളെ കയ്യിൽ പൈസ വന്ന് തുടങ്ങുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ഹീറോ ആയി തുടങ്ങുന്നത്. അത് ഹീറോ ആയി മരിക്കുന്നതുവരെ ഹീറോ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഇതായിരിക്കും. എല്ലാവർക്കും ഹീറോ നമ്മുടെ പപ്പ ആയിരിക്കും അല്ലേ? എല്ലാവരുടെ അച്ഛനമ്മമായിരിക്കും. അതേപോലെയാണ്. പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു, ഞാൻ വലിക്കത്തില്ല. പപ്പ ഇടയ്ക്കൊക്കെ ഒന്ന് പൈൻ്റൊക്കെ അടിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും. പക്ഷേ എനിക്കതിലൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് കുടിക്കുന്ന ഓണത്തിന് ക്രിസ്മസിൽ. പക്ഷേ അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. മനസ്സിലായില്ലേ? കുടിച്ചിട്ടുള്ള ഒരു വാക്ഷനും എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്. എനിക്കതിലൊരു കിക്കും തോന്നിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, എൻ്റെ റൂമിലും ഉണ്ട്. പക്ഷെ എനിക്കത് എന്നെ ഒരിക്കലും അതൊരു ആവേശമായിട്ട് തോന്നിയിട്ടില്ല. സിഗരറ്റ് ആവശ്യത്തിലുണ്ട്, എനിക്ക് ഇതുവരയ്ക്കും അങ്ങനെ ഒരു കിക്കായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്താണ് അതിൻ്റെ ഒരു രസമെന്ന്. പക്ഷെ നമ്മൾ അടിമയാക്കരുത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഒരിക്കലും അത് അടിമയായി നമ്മുടെ ധനനഷ്ടം, മാനനഷ്ടം. ചിന്തിച്ചോ, മറ്റുള്ള കൂട്ടുകാരുടെ മുമ്പിൽ, ആളുകളുടെ മുമ്പിൽ നമ്മൾ സ്വബോധമില്ലാതെ നമ്മൾ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ഞരമ്പുകളെ ചുമ്മാ ത്രസിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാതെ വിലയില്ലാതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒരു ജീവിതം. അത് ആർഭാടമായിട്ട് രാജകീയമായിട്ട് ജീവിക്കുക. ആ രാജകീയമായിട്ട് ജീവിക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്. നമ്മളെ കഷ്ടപ്പെട്ട് ആ പൈസ എടുത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അത് പൊളിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലതായിട്ട് വരും. അപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ കേൾക്കുക. ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു സംതൃപ്തിയാണ്.
എല്ലാവർക്കും നല്ലതട്ടെ. പൊളിയല്ലേ?